സോ ഗൈസ്, ഇതാണ് നമ്മുടെ 13 Pro വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്ക് ഇതിൻ്റെ ക്യാമറ ടെസ്റ്റ് ചെയ്യാം. സോ ഞാൻ പറഞ്ഞ പോലെ ഇതിൽ 3 ഫീച്ചേഴ്സാണ് എക്സ്ട്രാ വന്നിരിക്കുന്നത്. നമുക്ക് സിനിമാറ്റിക് മോഡ് വന്നിട്ടുണ്ട്, പിന്നെ നമുക്ക് മാക്രോ ഫോട്ടോഗ്രാഫി ഉണ്ട്, പിന്നെ നമുക്ക് ഫോട്ടോഗ്രാഫിക് സ്റ്റൈലുണ്ട്. സോ നമുക്ക് ആദ്യം തന്നെ സിനിമാറ്റിക്കിൽ നമുക്ക് അപ്പർച്ചർ സെറ്റ് ചെയ്യാം. സോ നമ്മളിവിടെയാണ് അപ്പർച്ചർ സെറ്റ് ചെയ്യുക. നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് അപ്പർച്ചർ സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ 2 തൊട്ട് 14 വരെ അപ്പർച്ചർ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സബ്ജക്റ്റ് അനുസരിച്ച് ഡെപ്ത് സെറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് സിനിമാറ്റിക് മോഡ് അവൈലബിൾ ആണ്. ഇതിലും നമുക്ക് അപ്പർച്ചർ കുറയ്ക്കാനും കൂട്ടാനും പറ്റും. നമ്മൾ കൂട്ടുന്ന അനുസരിച്ച് ഡെപ്ത് കുറയും. പിന്നെ നമ്മൾ അപ്പർച്ചർ കുറച്ചാൽ നമുക്ക് സബ്ജക്റ്റ് നല്ല ഫോക്കസ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് നല്ല ബ്ലറായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഇപ്പോൾ നമുക്ക് 3x സൂം വരുന്നുണ്ട്. നേരത്തെ നമുക്ക് 12 Proയിലൊക്കെ 2x ഒപ്റ്റിക്കൽ സൂമും പിന്നെ 12 Pro Maxൽ 2.5 ഉള്ളായിരുന്നു. ഇപ്പോൾ 3x ഇട്ടിട്ട് നല്ല ക്ലാരിറ്റി ഉണ്ട്, പിന്നെ അൾട്രാ വൈഡും ഉണ്ട്. സോ ഇതാണ് നമ്മുടെ അൾട്രാ വൈഡിലെ വിഷ്വൽസ് വരുന്നത്. നമ്മൾ 3xലോട്ട് ഇടുമ്പോഴാണ് നല്ല ഫോക്കസും ഷാർപ്നെസ്സും ഉണ്ട്. പിന്നെ നമുക്ക് സിനിമാറ്റിക് വീഡിയോയിൽ നമ്മൾ എടുത്ത വിഷ്വൽസ് ഇത് കഴിഞ്ഞ് ഇപ്പോൾ കാണാം. അപ്പോൾ ഇത് കണ്ടിട്ട് നമുക്ക് ബാക്കി 2 ഫീച്ചേഴ്സ് നോക്കാം. ഓക്കെ, ഇതിൽ നമുക്ക് മാക്രോ ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ മാക്രോ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. നമുക്ക് ലൈവായിട്ട് ഫോട്ടോ നമ്മൾ അടുത്തോട്ട് വരുന്നതനുസരിച്ചാണ് ലെൻസ് മാറുന്നത്. നമുക്ക് മാക്രോ ഫോക്കസ് ആവുന്നത്. സോ നമുക്ക് അത്യാവശ്യം നല്ല ഫോക്കസ് തന്നെ മാക്രോയിൽ നിന്ന് കിട്ടുന്നുണ്ട്, നല്ല ഫോട്ടോ തന്നെ കിട്ടുന്നുണ്ട്. നമുക്ക് ഓട്ടോമാറ്റിക്കലിയാണ് മാറുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ലൈവായിട്ട് കാണാം. ഇപ്പോൾ നമുക്ക് നോർമൽ ഫോട്ടോയാണ്, 1:1 ഫോട്ടോയാണ്. ഈ അടുത്തോട്ട് പോകുന്നതോറും കണ്ട ഓട്ടോമാറ്റിക്കലി ലെൻസ് അഡ്ജസ്റ്റായി വൈഡായി മാക്രോ ആയിട്ട് മാറുവാണ്. ഓട്ടോമാറ്റിക്കലി തന്നെ വൈഡിലോട്ട് മാറുവാണ്. നമുക്കത് ഇപ്പോൾ തന്നെ കാണാം. കണ്ടോ, അത്യാവശ്യം നല്ലൊരു മാക്രോ ഫോട്ടോഗ്രാഫിക്ക് പറ്റിയൊരു ക്യാമറയും കൂടിയാണെന്ന് വേണം പറയാം. നല്ല അടിപൊളി ഫോട്ടോ എടുക്കാം. ഫോട്ടോ തന്നെ കാണാം. നല്ല അത്യാവശ്യം നല്ല ഡെപ്തും നല്ല ഫോക്കസും കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ ഫോണിന്. ഇപ്പോൾ മാക്രോ ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ ഓട്ടോമാറ്റിക്കലി ആണ് മാക്രോ അഡ്ജസ്റ്റ് ആവുന്നത്. ഇപ്പോൾ അടുത്ത അപ്ഡേറ്റിൽ വരുമെന്നാണ് പറഞ്ഞത്. മാക്രോയ്ക്ക് വേണ്ടി ഒരു ഓപ്ഷൻ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് വൈഡ് എടുക്കാൻ നേരത്തെ നമ്മൾ അടുത്തോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ മാക്രോയിലോട്ട് പോവുകയാണ്. സോ നമുക്ക് ഇതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ, സോ ഫൈനലി നമുക്ക് ഇനി ഫോട്ടോഗ്രാഫി സ്റ്റൈൽസ് ആണ് ഉള്ളത്. നമുക്ക് 5 സ്റ്റൈൽസ് ആണ് വരുന്നത്. ഒന്ന് സ്റ്റാൻഡേർഡ് വരുന്നുണ്ട്, പിന്നെ നമുക്ക് റിച്ച് കോൺട്രാസ്റ്റ് ഉണ്ട്, വൈബ്രൻ്റ് ഉണ്ട്, പിന്നെ നമുക്ക് വാം ഉണ്ട്, പിന്നെ കൂൾ ഉണ്ട്. ഇത്രയും ഫിൽറ്റേഴ്സാണ് പുതിയതായിട്ട് നമുക്ക് iPhone 13 Proയിൽ വന്നേക്കുന്നത്. പിന്നെ നമുക്ക് ഇനിയുള്ളത് മറ്റേ ടോൺ സെലക്ട് ചെയ്യാം. ടോൺ ഉണ്ട്, വാം ഉണ്ട്. നമ്മളിപ്പോൾ ടോൺ കൂടുന്നതനുസരിച്ച് നമുക്ക് സബ്ജക്റ്റ് കൂടുന്നതിലൂടെയും കോൺട്രാസ്റ്റ് കൂടും. പിന്നെ നമുക്കുള്ളത് വാമാണ്. വാം ലെഫ്റ്റിലോട്ട് കൂട്ടുമ്പോൾ കൂളാവും, പിന്നെ റൈറ്റിലോട്ട് പോകുമ്പോൾ കുറച്ചും കൂടി യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ തന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഫിൽറ്റേഴ്സ് വന്നത്. നമുക്ക് സ്റ്റാൻഡേർഡ് ഇടാം, റിച്ച് കോൺട്രാസ്റ്റ് ഇടാം, വൈബ്രൻ്റ് ഇടാം, വാം ഇടാം, പിന്നെ കൂളും ഉണ്ട്. കൂളെന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂ ഷെയ്ഡായിരിക്കും വരുന്നത്. പിന്നെ റിച്ച് കൂളുണ്ട്. പിന്നെ റിച്ച് കൂളിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് വാം കൂട്ടാം, നമുക്ക് കുറയ്ക്കാനും പറ്റും. സോ ഇത്ര ഉള്ളൂ നമ്മുടെ ഫോട്ടോഗ്രാഫി സ്റ്റൈൽസിൻ്റെ കുറച്ച് ഫിൽറ്റേഴ്സ്. അങ്ങനെ നമ്മൾ 13 Proയിലെ നമ്മൾ സിനിമാറ്റിക് മോഡും ഈ മാക്രോ ഫോട്ടോഗ്രാഫിയുടെയും ഈ ഫോട്ടോഗ്രാഫി സ്റ്റൈലിൻ്റെയും 3 ഫീച്ചേഴ്സ് നമ്മളിപ്പോൾ ഇൻഡെപ്റ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട്. എങ്ങനെ എടുക്കാമെന്നും അതിൻ്റെ ഫോക്കസിൻ്റെ കാര്യങ്ങളും മാക്രോയുടെ കാര്യങ്ങളും പിന്നെ ഫോട്ടോഗ്രാഫി സ്റ്റൈലിൻ്റെ ഓരോ ഫിൽറ്റേഴ്സിൻ്റെ കാര്യങ്ങളും പിന്നെ അതിൽ ടോൺ അഡ്ജസ്റ്റ് ചെയ്യാനും എല്ലാം നമുക്ക് പറ്റുന്നുണ്ട്. അതെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ഇനിയും കാണണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ.